ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ 3 പീസ് ടോപ്പില്ലേ അതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അത്യാവശ്യം വണ്ണമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3 പീസ് ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വണ്ണം കുറവ് തോന്നിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ടോപ്പ് ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ടാണ് ടോപ്പ് ചെയ്യുന്നതെങ്കിൽ രണ്ട് വശത്തെയും ഷോൾഡർ താഴ്ത്തും മേളിലുമായിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെയർ ആയിട്ട് ടോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത വശത്ത് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽ സ്ലീവ്സിനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വട്ടമാണ് കേട്ടോ ഞാൻ മടക്കിയിരിക്കുന്നത് മെറ്റീരിയൽ. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ട് കറക്റ്റ് ലെവലായിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നേരെ ഞാൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 പീസ് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോഴത്തേനും നമുക്ക് ഷോൾഡർ എത്രയാണോ വേണ്ടത് അതിൻ്റെ ഹാഫ് എടുക്കുക. അതായത് ബോഡിയിൽ നിന്ന് നേരിട്ട് മെഷർമെൻ്റ് എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് മൈനസ് ചെയ്യുന്നത് നെക്കിൻ്റെ വൈഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വൈഡ് അനുസരിച്ച് നമുക്ക് എത്രയാണോ മൈനസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് മൈനസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 16 ഇഞ്ചസ് ഷോൾഡർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുക്കുമ്പോൾ 8 ഇഞ്ചസ് വരും. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 7 ഇഞ്ച് വരും. അപ്പോൾ ആ ഒരു 7 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് മാത്രമാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി, അങ്ങനെ 4.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ബാക്കിയുള്ള 3 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴിയാണ്. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി ഷോൾഡർ എടുത്തത് തന്നെയാണ് ഞാൻ കൈക്കുഴിയായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചസ് തന്നെ ഇവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പുറത്തെ സൈഡ് നമ്മൾ മാർക്ക് ചെയ്യണമെന്നില്ല. ആ ഒരു ഷോൾഡറിൻ്റെ വിഡ്ത്ത് തന്നെയാണ് താഴത്തേക്കും എടുക്കുക കേട്ടോ. അപ്പോൾ കൈക്കുഴി 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി, അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 4.5 ഇഞ്ച് തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടി കൂട്ടി 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് ചെസ്റ്റ് വിഡ്ത്തിൻ്റെ 1/4 നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് ഇപ്പുറത്തും സ്റ്റിച്ച് ചെയ്യാനുള്ളതും വേണം. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1.5 ഇഞ്ച്, അങ്ങനെ ഞാൻ ടോട്ടൽ 1.5 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ ഇപ്പുറത്തെ 1/2 ഇഞ്ചും കൂടി അങ്ങനെ കൂട്ടിയിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഒരു 1/2 ഇഞ്ച് വരും. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുക്കുക. എന്നിട്ട് അവിടെ ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി, അങ്ങനെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാലൻസ് ഉള്ളത് ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമ്മുടെ ബാലൻസ് ഉള്ള വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലെങ്ത്ത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കോണായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഷേപ്പിൻ്റെ ആ ഒരു വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് കോണായിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ അവിടെ ഈ മെറ്റീരിയലിനുള്ള വിഡ്ത്തിൻ്റെ ഹാഫ് എടുക്കുക. ഇപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഇത്രയും വിഡ്ത്തുണ്ട്, അതിൻ്റെ ഹാഫിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഷേപ്പ് വിഡ്ത്തിൻ്റെ അങ്ങോട്ടേക്ക് കോണായിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ അളവുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബാലൻസ് ഉള്ള പോർഷനിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഫുൾ വിഡ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എത്രയാണോ വിഡ്ത്ത് വരുന്നത് ആ ഫുള്ള് വിഡ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി ഫ്ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഷോൾഡർ രണ്ടിൻ്റെയും ഷോൾഡർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തിരി കൂടി ഫ്ലെയർ ആയിട്ട് കിട്ടും. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മൾ ഇത്തിരി കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും കേട്ടോ. ഞാനിതിപ്പോൾ 2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ വിഡ്ത്താണ് കേട്ടോ ഞാൻ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്.
അതിനുശേഷം ഷോൾഡർ 1/2 ഇഞ്ച് ഇതേപോലെ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ള് ആ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ള് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തിയിട്ടിട്ട് ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ആ ഒരു വശമാണ്, അവിടെ ഇതേപോലെ അങ്ങ് നിവർത്തിയിടുക. എന്നിട്ട് ഈ കൈക്കുഴി വരച്ച ആ പോർഷൻ 2 വശത്തായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫ്രണ്ട് സൈഡൊക്കെ നോക്കി വെച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നതുകൊണ്ട് 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു രീതിയിലല്ല കട്ട് ചെയ്യുന്നത്, നമ്മൾ എലൈൻ മോഡലിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ മെറ്റീരിയൽ ഇതേപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫോൾഡ് വരുന്ന വശമാണ്. അപ്പോൾ 2 പീസാണിത്. പിന്നെ അപ്പുറത്തെ സൈഡാണ് ഇതേപോലെ ഫോൾഡ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഫോൾഡ് ചെയ്യാത്ത വശത്ത് ഇതേപോലെ ലെവലായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ മെയിൻ മെറ്റീരിയലിൽ നിന്ന് ഒരു 1-2 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിട്ടോ. ഇത് ലൈനിങ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിൻ മെറ്റീരിയലിൽ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തിരിക്കുന്നത് ആ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ തന്നെയാണ് ഞാൻ കൈക്കുഴിക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിൽ നിന്ന് നേരെ അങ്ങ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആ കൈക്കുഴി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷനിൽ വേണം കേട്ടോ നമ്മൾ കർവ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിൻ്റെ 1/2 ഇഞ്ച് വരും, അതും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ ഒരു 1 ഇഞ്ച് മേലോട്ടാക്കിയിട്ട് സൈഡിലൊന്ന് കർവ് ചെയ്തും കൂടി വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് ആ ലെങ്ത്തിൻ്റെ അവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അളവുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും കൂടി കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, മെയിൻ മെറ്റീരിയലും കൂടി അറ്റാച്ച് ചെയ്തിട്ട് മാത്രമാണ് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പം ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതേപോലെ എടുത്തിടുക. എന്നിട്ട് 4 കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ്, അതായത് താഴത്ത് കൈയും മടക്കി സ്റ്റിച്ച് ചെയ്യാനും പിന്നെ മേലുള്ള ആ ജോയിൻറ്റിൻ്റെ പോർഷനിലും തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അടയാളപ്പെടുത്തുന്നത്
ബോഡി പോർഷനിലെ മെറ്റീരിയൽ കട്ട് ചെയ്തപ്പോൾ കൈക്കുഴി എത്രയാണോ കിട്ടിയത് ആ ഒരു ലെങ്ത്താണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കണ്ടോ ആ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 10.5 ആ 10.5 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ ഹാഫ് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങോട്ടേക്കും ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക, അങ്ങോട്ടേക്കും കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു എസ് ആകൃതിയിൽ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ താഴത്ത് എത്ര വിട്ടാണോ വേണ്ടത് അതാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വിട്ട് എത്രയാണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഫുള്ളൊന്ന് വരച്ചെടുത്തിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് സൈഡ് ഒന്ന് കുഴിച്ചുകൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഫ്രണ്ട് സൈഡ് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ഏത് മോഡൽ നെക്കാണോ വേണ്ടത് ആ ഒരു മോഡൽ നെക്ക് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസ് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വിഡ്ത്താണോ വേണ്ടത് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 7 ഇഞ്ചസ് വിഡ്ത്താണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3.5 കേട്ടോ നെക്ക് വിഡ്ത്തായിട്ട് എടുക്കുന്നത്. പിന്നെ അടയാളപ്പെടുത്തുന്നത് നെക്കിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് താഴെ ആക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും 1 ഇഞ്ച് താഴെ ആക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് ബാക്കിലെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിഡ്ത്ത് മേളിൽ 3.5 ആണല്ലോ എടുത്തത്, അത് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് വശത്തെയും ആ 3.5 ആ ഒരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക കേട്ടോ. ഈ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലേക്ക് നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് മോഡൽ നെക്കാണോ വേണ്ടത് ആ ഒരു മോഡൽ നെക്ക് വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താത്തത്. ഈ കട്ട് ചെയ്ത ക്യാൻവാസ് നമുക്ക് ലൈനിങ്ങിൽ വെച്ച് അയൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.